നമസ്കാരം. സിദ്ധന്മാർ ഈശ്വരന്മാരുടെ പുകഴ് പ്രചരിപ്പിക്കുന്ന ജ്ഞാനികൾ. സപ്തർഷികളിൽ ഒരാളെന്ന് പറയപ്പെടുന്നതും തമിഴ്നാട്ടിലെ പ്രശസ്തരായ 18 സിദ്ധന്മാരിൽ മുഖ്യനും വേദങ്ങളിലും ശൈവ വൈഷ്ണവ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും അറിയപ്പെടുന്ന ദിവ്യനും ശൈവസമയത്തിന്റെ ആദ്യ ഗുരുവുമായ അഗസ്ത്യ മഹർഷിയെക്കുറിച്ച് മനസ്സിലാക്കാം. അദ്ദേഹം അഗസ്ത്യർ, അഗത്യർ, അഗത്യമാമുനി, കുംഭമുനി, കുടമുനി എന്നിങ്ങനെ പല നാമങ്ങളിൽ അറിയപ്പെടുന്ന മഹാജ്ഞാനി. അഗസ്ത്യർ തമിഴ് വ്യാകരണം തമിഴ് ജനതയ്ക്ക് നൽകിയതിനാൽ തമിഴ് മുനിവർ എന്നും, അധിക തപം ചെയ്തതിനാൽ മാധവമുനി എന്നും, മുനിമാർക്കെല്ലാം ഗുരു എന്നതിനാൽ ഗുരുമുനി എന്നും, എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്നയാൾ എന്നതിനാൽ തിരുമുനി എന്നും, ഇന്നും നശിക്കാത്ത പുകഴുള്ളതിനാൽ അമരമുനി എന്നും, കുടത്തിൽ പിറന്നയാൾ എന്നതിനാൽ കുടമുനി, കുംഭമുനി എന്നും അറിയപ്പെടുന്നു. അകം എന്നാൽ ഉള്ള്, ഒളി എന്നെല്ലാം അർത്ഥമുണ്ട്. തമിഴ് മൊഴിക്ക് ഒളി എന്ന വെളിച്ചത്തെ ഏർപ്പെടുത്തി കൊടുത്തതിനാലും അകത്തിൽ തീ എന്ന പ്രകാശം കൊണ്ട് പ്രപഞ്ചത്തിൽ നല്ല അറിവുകളെ പ്രദാനം ചെയ്തതിനാലും അഗത്യർ എന്ന നാമം വന്നു. അകം എന്നാൽ പർവ്വതം എന്നൊരർത്ഥമുണ്ട്. അകത്തെ തലകുനിച്ച് നിർത്തിയതിനാലും മഹർഷിക്ക് അഗസ്ത്യർ എന്ന നാമം വന്നു. അഗസ്തം എന്നാൽ പാപത്തെ നീക്കുന്നത്. ഭൂമിയിലെ ഭക്തരുടെ പാപങ്ങൾ നീക്കുന്നതിനാലും എത്ര വിഷമുള്ളതിനെയും നീക്കി നന്മ തരുന്ന അഗത്യമരത്തിന് തുല്യം എന്നതിനാലും അഗസ്ത്യർ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. അഗസ്ത്യർ ജനിച്ച സ്ഥലത്തെപ്പറ്റി ശരിയായ വിവരങ്ങളില്ല. എങ്കിലും ചില പുരാണങ്ങളിൽ അദ്ദേഹം സത്യയുഗത്തിൽ വരാഹകൽപ്പത്തിൽ ഒരു മാർഗഴി മാസം ആയില്യം നക്ഷത്രം 3-ാം പാദത്തിൽ പിറന്നതായി കുറിപ്പുണ്ട്. 3000 വർഷങ്ങൾക്ക് മുമ്പ് കാശിയിൽ അഗസ്ത്യകുണ്ട് എന്ന സ്ഥലത്ത് ഒരു ശ്രാവണ മാസത്തിൽ ശുക്ലപഞ്ചമിയിൽ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചതായും പറയപ്പെടുന്നു. മരീചി, കശ്യപൻ, സൂര്യൻ ഈ വംശാവലിയിൽ വന്നയാളാണ് അഗസ്ത്യ മഹർഷി. അഗസ്ത്യർ കലിയുഗം തുടങ്ങുന്നതിന് സുമാർ 4573 ആണ്ടുകൾക്ക് മുമ്പ് ഒരു ഫെബ്രുവരി മാസം 14-ാം തീയതി രാവിലെ ഗുജറാത്തിൽ ഭാർഗവർ ഇന്ദുമതി ബ്രാഹ്മണ ദമ്പതികൾക്ക് മകനായി പിറന്നു എന്നും അവകാശവാദമുണ്ട്. അഗസ്ത്യർ ഒരു കർഷക കുടുംബത്തിൽ പിറന്നയാൾ എന്ന് ബോഗർ സിദ്ധർ അഗസ്ത്യനാടിയിൽ സൂചിപ്പിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. പല പഴംപുരാണങ്ങളിലും അല്പം കുടവയറോടെ ഉയരം കുറഞ്ഞ രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ ശരീരഘടന വർണ്ണിച്ചിരിക്കുന്നത്. അഗസ്ത്യർ എന്നത് സൂര്യൻ, ചന്ദ്രൻ, ഇന്ദ്രൻ പോലെ ഒരു പദവിയാണെന്നും ഇതുവരെ 82 അഗസ്ത്യർമാർ ഈ ഭൂമിയിൽ ജീവിച്ചു മറിഞ്ഞിട്ടുണ്ടെന്നുമാണ് വിവരങ്ങൾ. അതിനാൽ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരേ അഗസ്ത്യരെ പറ്റിയാണെന്ന് പലർക്കും അഭിപ്രായമില്ല. കാരണം അദ്ദേഹത്തിന് പുനർജന്മമുണ്ട് എന്നത് തേപ്പരുമന്നല്ലൂർ ക്ഷേത്ര ഐതിഹ്യത്തിൽ നിന്നും വ്യക്തമാണ്. ജ്യോതിഷശാസ്ത്രത്തിന്റെ പിതാവാണ് അഗസ്ത്യ മഹർഷി. ആകാശത്തിന്റെ ഈശാന കോണിൽ ഉദിക്കുന്ന പൗരസ്ത്യ ജ്യോതിഷശാസ്ത്രത്തിലെ കാനോപ്പസ് ഭാരതത്തിൽ അഗസ്ത്യ നക്ഷത്രമായി അറിയപ്പെടുന്നു. ഹയഗ്രീവരിൽ നിന്നും ലളിതാ സഹസ്രനാമ ഉപദേശം ലഭിച്ച ദിവ്യനാണ് അഗസ്ത്യർ. സരസ്വതി സ്തോത്രമടക്കം പല ദിവ്യനാമ ജപങ്ങളും അദ്ദേഹത്തിന്റെ രചനയാണ്. വാനപ്രസ്ഥത്തിൽ ഗൃഹസ്ഥാശ്രമം കിടപിടിച്ച അദ്ദേഹം നവകൈലാസങ്ങളടക്കം പല ക്ഷേത്രങ്ങളുടെയും ഉദ്ഭവത്തിന് കാരണക്കാരനാണ്. അഗസ്ത്യർ ഹിമാലയം മുതൽ പലയിടങ്ങളിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ച് ശൈവം പ്രചരിപ്പിച്ച ദിവ്യൻ. രാവണന് സംഗീതത്തിൽ തോൽപ്പിച്ച മഹാൻ. കാവേരി നദിയും താമിരഭരണി എന്ന പെരുന്നയാറും തമിഴ്നാട്ടിന് ലഭിക്കാൻ കാരണക്കാരൻ. ശിവഭഗവാൻ തനിക്ക് ഉപദേശിച്ച ശിവഗീത ശ്രീരാമന് ഉപദേശിച്ച മഹർഷി. എന്തിനധികം പഴനിമല ഉണ്ടാവാൻ കാരണക്കാരനായ ജ്ഞാനി കൂടിയാണ് അഗസ്ത്യ മഹർഷി. മത്സ്യപുരാണം, പത്മപുരാണം എന്നിങ്ങനെ പല പുരാണങ്ങളിൽ അഗസ്ത്യരുടെ ജനനത്തെപ്പറ്റി പല കഥകൾ നിലവിലുണ്ട്. അതിൽ ആദ്യത്തെ കഥ ഇപ്രകാരം. താരകൻ എന്ന അസുരൻ കടും തപം ചെയ്തതിനാൽ അസുരന് ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിനുള്ളിലും ജീവിക്കാനുള്ള സിദ്ധി ലഭിച്ചു. അസുരൻ ആ വരം ദുഷ്പ്രയോഗം ചെയ്ത് ദേവന്മാരെയും മനുഷ്യരെയും ഉപദ്രവിച്ചു വന്നു. ദേവേന്ദ്രൻ കുപിതനായി അസുരനോട് പോരിടാൻ ഭൂമിയിലെത്തിയപ്പോൾ അസുരൻ സമുദ്രത്തിനുള്ളിൽ ഒളിച്ചു. ഇന്ദ്രൻ അഗ്നിദേവനെ വിളിച്ച് ചൂടുകൊണ്ട് സമുദ്രജലം നീരാവിയാക്കി വറ്റിക്ക് എന്നുത്തരവിട്ടു. കടൽ ജലം ഇല്ലാതിരുന്നാൽ മഴ പെയ്യില്ല, ജീവജാലങ്ങൾ വാഴില്ല, അതിനാൽ താൻ ഈ പാപം ചെയ്യില്ലെന്ന് അഗ്നിദേവൻ താഴ്മയായി ഇന്ദ്രനോട് പറഞ്ഞു. ഇന്ദ്രൻ വായുദേവനെ വിളിച്ച് വരണ്ട കാറ്റിനാൽ കടൽ ജലത്തെ വറ്റിക്ക് എന്നുത്തരവിട്ടു. വായുദേവനും ഈ പാപം ചെയ്യാൻ തയ്യാറായില്ല. കോപിഷ്ഠനായ ഇന്ദ്രൻ രണ്ടുപേരെയും ഭൂമിയിൽ മനുഷ്യരായി പിറക്കട്ടെ എന്ന് ശപിച്ചു. അഗ്നി മിത്രൻ എന്ന പേരിലും വായു വരുണൻ എന്ന നാമത്തിലും ഭൂമിയിൽ പിറന്നു. യൗവനയുക്തരായ അവർ ഒരു നാൾ നദിയിൽ നീരാടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്സരസ് ഉർവശി വാനമാർഗം സഞ്ചരിക്കുന്നത് കണ്ടു. ആ അഭൗമ സൗന്ദര്യത്തിന്റെ പ്രഭയിൽ മതിമയങ്ങിയ ഇരുവർക്കും ധാതുസ്ഖലനം ഉണ്ടായി. മിത്രൻ അത് കുടത്തിൽ നിക്ഷേപിച്ചതായും വരുണൻ ജലത്തിൽ നിക്ഷേപിച്ചതായുമാണ് പുരാണങ്ങളിൽ പരാമർശം. മിത്രന്റെ രേതസിൽ നിന്നും അഗസ്ത്യരും വരുണനിൽ നിന്നും വസിഷ്ഠരും ജന്മമെടുത്തു എന്നാണ് കഥ. ഉത്തരരാമായണ കഥപ്രകാരം സൂര്യവംശരാജാവായ ഇക്ഷ്വാകുവിന്റെ പുത്രൻ നിമി നീണ്ട കാലമുള്ള ഒരു യാഗം നടത്താനായി വസിഷ്ഠ മഹർഷിയെ ക്ഷണിച്ചപ്പോൾ ദേവേന്ദ്രന്റെ യാഗത്തിൽ പങ്കെടുക്കേണ്ടതിനാൽ വസിഷ്ഠർ ക്ഷണം നിരസിച്ചു. കുപിതനായ നിമി ഗൗതമ മഹർഷിയുടെ പുത്രനായ ശതാനന്ദന്റെ സഹായത്തോടെ യാഗം തുടങ്ങി. ഇതറിഞ്ഞ വസിഷ്ഠ മഹർഷി നിമിയുടെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെട്ടു പോകട്ടെ എന്ന് ശപിച്ചു. എന്നാൽ നിമിയും അതേ ശാപം തിരിച്ച് വസിഷ്ഠർക്ക് നേരെ പ്രയോഗിച്ചു.
ശാപഫലമായി പ്രേതരൂപിയായി ആകാശത്ത് അലഞ്ഞ വസിഷ്ഠർ ബ്രഹ്മാവിനോട് തനിക്കൊരു ശരീരമുണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചു. ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം വസിഷ്ഠർ ഏകശരീരികളായി കഴിഞ്ഞിരുന്ന മിത്രാവർണന്മാരുടെ ശരീരത്തിൽ പ്രവേശിച്ചു. ആ സമയമാണ് മിത്രാവർണന്മാർ ഉർവശിയെ കാണുന്നത്. അവളിൽ ആകൃഷ്ടരായി മിത്രന് അഗസ്ത്യരും വരുണന് വസിഷ്ഠരും പിറന്നു എന്നാണ് കഥ. ഈ കഥപ്രകാരം വസിഷ്ഠ മഹർഷി അഗസ്ത്യരുടെ സഹോദരനാണെന്നും അവർ മൈത്രാവർണന്മാർ എന്നറിയപ്പെട്ടു എന്നും പറയപ്പെടുന്നു. പണ്ട് ബ്രഹ്മദേവൻ നടത്തിയ യാഗത്തിൽ ശിവഭഗവാന്റെ അനുഗ്രഹം പ്രകാശമായി യാഗവേദിക്കടുത്തിരുന്ന കലശത്തിൽ ഇറങ്ങിയതിൽ നിന്നും ജനിച്ച കുഞ്ഞാണ് അഗസ്ത്യർ എന്നും കഥയുണ്ട്. ബ്രഹ്മദേവൻ ഉർവശിയുടെ നടനം കണ്ട് മോഹിതനായി അഗസ്ത്യർ പിറന്നതായി കാവേരി പുരാണം പറയുന്നു. വേറൊരു കഥപ്രകാരം ഇന്ദ്രൻ ദ്രാവിഡകുലത്തിന്റെ ഗുരുവായ മഹാദേവന്റെ അടുത്തു ചെന്ന് ദ്രാവിഡകുലത്തെപ്പറ്റി അപമാനകരമായി സംസാരിച്ചതിനാൽ ഇരുവരും വാഗ്വാദത്തിൽ ഏർപ്പെട്ട് ദേവേന്ദ്രൻ പരമശിവന്റെ കോപത്തിന് പാത്രമായി തീർന്നു. പിന്നീട് ഘോര തപസ്സിൽ മുഴുകിയ പരമശിവന്റെ തപസ്സിന് ഭംഗം വരുത്താൻ ദേവേന്ദ്രൻ ഉർവശിയെ അയക്കുകയും ഉർവശി തപസ്സിന് ഭംഗം വരുത്തിയെന്നും കഥയുണ്ട്. ആ സമയം ഭൂമിയിൽ ഒരു മഹാൻ ജനിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിയ ശിവഭഗവാൻ തന്റെ കമണ്ഡലൂരിലെ ജലത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുകയും അഗസ്ത്യർ എന്ന് നാമകരണം ചെയ്ത് മുനിമാരുടെ ആശ്രമത്തിൽ കുഞ്ഞിനെ വളർത്താൻ ഏൽപ്പിക്കുകയും ചെയ്തു. വേദപാഠങ്ങളിലും മറ്റും പ്രഗത്ഭനായ ആ കുട്ടിയുടെ മേൽ അസൂയ പൂണ്ട മുനിമാർ അവനെ തായ്തന്തയില്ലാത്തവൻ എന്ന് വിളിച്ചു പരിഹസിച്ചു. സങ്കടത്തോടെ ജലപാനമില്ലാതെ തന്റെ മാതാപിതാക്കളെ അന്വേഷിച്ച് കുട്ടി കാട്ടിൽ അലഞ്ഞപ്പോൾ പാർവതി പരമശിവന്മാർ കുട്ടിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തങ്ങളാണ് മാതാപിതാക്കൾ എന്നറിയിച്ച് കുട്ടിയെ ആശ്വസിപ്പിച്ചു എന്നും പുരാണകഥയുണ്ട്. അഗസ്ത്യർ തന്റെ ആദ്യ പിറവിയിൽ 10ാമത്തെ വയസ്സിൽ കൈലാസം ദർശിച്ചിട്ടുണ്ട്. ചെറുപ്രായത്തിലെ തത്വം, യോഗ, മരുത്വം, വാനശാസ്ത്രം എന്നിവയിൽ അഗാധ പാണ്ഡിത്യം രേഖപ്പെടുത്തിയ അഗസ്ത്യർ കാശ്മീർ, ടിബറ്റ്, നേപ്പാൾ, ചൈന, കൈലാസം തുടങ്ങിയ ഇടങ്ങളിലേക്ക് ചെന്ന് നന്ദിദേവന്റെയും ധന്വന്തരി സിദ്ധരുടെയും ശിഷ്യനായി. പിന്നീട് കംബോഡിയ, മലേഷ്യ എന്നിടങ്ങളിൽ ചെന്ന് പാഠശാലകൾ ആരംഭിച്ചു. പിന്നീട് കുമരിഖണ്ഡത്തിലെത്തി. കന്ദപുരാണ പ്രകാരം അഗസ്ത്യർ ഹിമാലയത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വന്ന സിദ്ധരാണ്. കൈലാസത്തിൽ ശിവഭഗവാനിൽ നിന്ന് നേരിട്ട് തമിഴ് മൊഴിയും ശ്രീമുരുകനിൽ നിന്ന് തമിഴ് വ്യാകരണവും ഉപദേശം ലഭിച്ച മഹർഷിയാണ് അഗസ്ത്യർ. കൈലാസത്തിൽ ശ്രീപരമേശ്വരൻ ഉമാദേവിക്ക് ഉപദേശിച്ച വേദ ആഗമങ്ങൾ ഉമ നന്ദിദേവനും നന്ദിദേവൻ അഗസ്ത്യർക്കും ഉപദേശം ചെയ്തതായാണ് പുരാണങ്ങൾ. അതോടെ അഗസ്ത്യർ ഒരു സിദ്ധരായി പരിണമിച്ചു എന്നാണ് പറയുന്നത്. തമിഴ് വ്യാകരണത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന അഷ്ടസിദ്ധികളുള്ള അഗസ്ത്യർ തമിഴ് ഭാഷയുടെ അക്ഷരമാല രചിച്ചതടക്കം തമിഴിന് നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല. 4 വേദങ്ങളിൽ ഒന്നായ ഋഗ്വേദത്തിൽ അഗസ്ത്യ മഹർഷി രചിച്ച പല ശ്ലോകങ്ങളുണ്ട്. ഋഗ്വേദം അഗസ്ത്യരെ ജ്ഞാനിയായും വളരെ ദൈവിക ശക്തിയുള്ളവരായും പരാമർശിച്ചിരിക്കുന്നു. ഭാരതത്തിന്റെ വടക്കിലും തെക്കിലുമുള്ള സംസ്കാരങ്ങളെ ഒന്നാക്കാൻ പ്രയത്നിച്ച് അദ്ദേഹം വടക്കിൽ നിന്ന് തെക്കിലേക്ക് യാത്ര ചെയ്തപ്പോൾ വേദങ്ങളെ പ്രചരിപ്പിച്ച് മന്ത്രം, തന്ത്രം, യോഗ, മരുത്വം, തത്വം, രസവാദം, വാനശാസ്ത്രം, സംഗീതം, ജ്യോതിഷം എന്നിവയിൽ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയ മഹാനാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളെ ഇല്ലെന്നാണ്. അദ്ദേഹത്തിന്റെ അഗസ്ത്യ സംഹിത എന്ന പുസ്തകത്തിൽ വൈദ്യുതി തയ്യാർ ചെയ്യുന്നതിനെ കുറിച്ചും ജലത്തെ ഓക്സിജനും ഹൈഡ്രജനുമായി പിരിക്കുന്നതിനെ പറ്റിയും മയിലിന്റെ ചിറകിൽ വിദ്യുത് അംശമുള്ളതിനെ കുറിച്ചും പ്രസ്താവിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. ശ്രീമുരുകനിൽ നിന്നും തമിഴ് വ്യാകരണം അഭ്യസിച്ച് അദ്ദേഹം രചിച്ച ആദ്യ തമിഴ് വ്യാകരണ പുസ്തകമാണ് അഗത്യം. അതിന് പേരഗത്യം എന്നും പറയും. അത് 12,000 സൂത്രങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഇയൽ, ഇസെ, നാടകം എന്നിങ്ങനെ 3നും പൊരുത്തമുള്ള വ്യാകരണമാണ് അഗത്യം. അഗസ്ത്യർ 18 ശാസ്ത്രങ്ങൾ എന്ന പുസ്തകത്തിൽ 18 വിധത്തിലുള്ള മനോരോഗങ്ങളെപ്പറ്റിയും അതിനുള്ള മരുന്നുകളെപ്പറ്റിയും പരാമർശിക്കുന്നുണ്ട്. അഗസ്ത്യർ മലേഷ്യയിൽ രാജാവിന്റെ മകളെ വിവാഹ നിശ്ചയം ചെയ്തതായും പിന്നീട് വിജയപുരി രാജ്യം ഭരിച്ചതായും പറയപ്പെടുന്നു. ത്രികോണമലയിൽ ശ്രീമുരുകനെ സന്ധിച്ച അഗസ്ത്യർക്ക് മുരുകൻ ആത്മീയജ്ഞാനം പകർന്നുകൊടുത്തു. ആ കാലഘട്ടത്തിൽ ചൊവ്വാഗ്രഹത്തിൽ നിന്നും വീണ ഒരു ചെറു ഉൽക്ക ഭൂമിയിൽ വലിയ പ്രളയം ഉണ്ടാക്കിയെന്നും കുമരിഖണ്ഡത്തിന്റെ ചില ഭാഗങ്ങൾ കടലിൽ മുങ്ങിയതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കലിയുഗത്തിന്റെ തുടക്കത്തിലാണ് ഈ സംഭവം. യാതൊരു ബാധിപ്പും ഏൽക്കാത്ത സുരക്ഷിതമായ മലയാണ് തിരുക്കുറ്റാല മഹാദേവഗിരിയെന്നും അവിടെ അഗസ്ത്യർ, ദക്ഷിണാമൂർത്തി, ഷൺഭഗദേവി, ശ്രീമുരുകൻ എന്നീ ദൈവങ്ങളെ സന്ധിച്ച് വേദജ്ഞാനം ഗ്രഹിച്ചതായും പിന്നീട് സിദ്ധന്മാർക്ക് ജ്ഞാനം പ്രചരിപ്പിക്കാൻ ഉപദേശങ്ങൾ കൊടുത്തതായും പറയപ്പെടുന്നു. ഇത് നടന്നത് കലിയുഗത്തിന്റെ തുടക്കത്തിൽ ഈശ്വര സംവത്സരത്തിൽ ഒരു കാർത്തിക മാസം 21-ാം തീയതിയാണെന്നാണ് പറയുന്നത്. സിദ്ധന്മാർ തങ്ങളുടെ ജ്ഞാനത്തെ താളിയോലകളിലാക്കി ദക്ഷിണാമൂർത്തിക്ക് സമർപ്പിച്ചെന്നും ശ്രീമുരുകന്റെ നിർദ്ദേശപ്രകാരം അഗസ്ത്യർ തമിഴ് മൊഴിയിലുള്ള സാഹിത്യത്തെ സിദ്ധവേദം എന്ന പുസ്തകമാക്കി ആ കാലത്തിൽ സംസ്കൃതം, ഗ്രീക്ക്, ഹീബ്രു, ചീനം എന്ന 4 മൊഴികളിൽ വിവർത്തനം ചെയ്തു എന്നും പറയപ്പെടുന്നു. അഗസ്ത്യ മഹർഷിയിൽ നിന്നും ഉപദേശം സ്വീകരിക്കാത്ത സിദ്ധന്മാരെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഓരോ സിദ്ധന്മാരും തങ്ങളുടെ അനുഭവ പാഠങ്ങളെയും മരുന്ന് തയ്യാറാക്കുന്ന മുറകളെയും
താളിയോലകളിലും ശിലാഫലകങ്ങളിലും എഴുതിവെക്കണമെന്ന അഗസ്ത്യരുടെ വഴികാട്ടൽ പ്രകാരമാണ് മനുഷ്യ സമൂഹത്തിന് സിദ്ധപുസ്തകങ്ങൾ ലഭ്യമായത് എന്ന് തന്നെ പറയാം. ആരോഗ്യ ജീവിതത്തിന് എണ്ണതേച്ചുകുളി, 6 രുചിയുള്ള ഭക്ഷണങ്ങൾ, യോഗ, വ്രതമിരിക്കുന്നത് എന്നിവയെപ്പറ്റി അദ്ദേഹം വിശദമായി കുറിച്ചിട്ടുണ്ട്. കലിയുഗത്തിന്റെ 53-ാം ആണ്ട് കുട്രാലം മലയിൽ സിദ്ധന്മാരുടെ സമ്മേളനം നടന്നെന്നും സിദ്ധർ ജ്ഞാനകൂടം എന്ന ഒരു സഭ ശ്രീമുരുകന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചെന്നും ശസ്ത്രക്രിയാ വിഭാഗത്തിന് തലവനായി തോരണമലയിൽ തേരയരെയും യൂഗിമുനിയെ പരദേശികുണ്ടയിൽ ആയുർവേദ മരുത്വത്തിന് തലവനായും രസവാദത്തിന്റെ ഗവേഷണശാല തിരുപ്പറങ്കുன்றത്തിൽ ബോഗറുടെ ചുമതലയിലും വിഷത്തെ സംബന്ധിച്ച മരുത്വത്തിന് പാമ്പാട്ടി സിദ്ധരെയും നിയമിച്ച് അഗസ്ത്യർ വീണ്ടും പുറംനാടുകളിലേക്ക് യാത്രയായി എന്നാണ് പറയുന്നത്. രാമായണത്തിലും മഹാഭാരതത്തിലും ഉപനിഷത്തുകളിലും പല പുരാണങ്ങളിലും അഗസ്ത്യ മഹർഷിയെപ്പറ്റി വിവരണങ്ങളുണ്ട്. രാമായണത്തിൽ വിന്ധ്യാപർവ്വത നിരകൾക്കിടയിൽ പത്നി ലോപമുദ്രയോടൊപ്പം വസിച്ചിരുന്ന അഗസ്ത്യരെ ശ്രീരാമനും ലക്ഷ്മണനും സന്ധിക്കുന്നതും അഗസ്ത്യ മഹർഷി ശ്രീരാമനും ലക്ഷ്മണനും ശക്തിയുള്ള ആയുധങ്ങൾ നൽകുന്നതായും ആരണ്യകാണ്ഡത്തിൽ പരാമർശമുണ്ട്. ദൈവങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും നിഷ്പ്രയാസം സാധിക്കുന്ന മാമുനി എന്ന് ശ്രീരാമചന്ദ്രൻ അഗസ്ത്യരെ പുകഴ്ത്തുന്നുണ്ട്. അഗസ്ത്യർ ഭഗവാൻ ശ്രീരാമന് ആദിത്യഹൃദയ മന്ത്രം ഉപദേശം ചെയ്തു. പിന്നീട് രാവണവധത്തിനു ശേഷം ശ്രീരാമന്റെ ബ്രഹ്മഹത്യാദോഷം നീക്കാൻ രാമേശ്വരത്ത് ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിക്കുന്നതും അഗസ്ത്യ മഹർഷിയാണ്. മഹാഭാരതത്തിൽ വൈശമ്പായന മഹർഷിക്കും രോമസ മഹർഷിക്കും ഇടയിലുള്ള സംഭാഷണത്തിലാണ് അഗസ്ത്യർ സമുദ്രം കുടിച്ചു വറ്റിച്ച കഥയും ലോപമുദ്ര വിവാഹവും വാതാപി ഇല്ലോലൻ വധവുമെല്ലാം കടന്നുവരുന്നത്. യുഗങ്ങൾക്ക് മുമ്പ് ഇന്ദ്രൻ വൃത്രാസുരനെ വധിച്ച ശേഷം ബാക്കിയുള്ള കാലകയന്മാരടക്കമുള്ള അസുരന്മാർ ദേവലോകത്തിന് ശല്യമുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവരെ വധിക്കാനെത്തിയ ദേവേന്ദ്രനെ കണ്ട് അവർ സമുദ്രത്തിനുള്ളിൽ ഒളിച്ചു. രാത്രികാലങ്ങളിൽ അവർ സമുദ്രത്തിൽ നിന്ന് കയറി വന്ന് ബ്രാഹ്മണരെ പിടിച്ചു തിന്നതിനാൽ ഭൂമിയിൽ യാഗങ്ങളും ഹോമങ്ങളും മുടങ്ങി. ഹവിസ് ലഭിക്കാതെ ദേവന്മാർ വിഷമിച്ചു. അവർ മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം അഗസ്ത്യരെ പോയി കണ്ടു. അഗസ്ത്യർ 12 വർഷം ജലത്തിൽ കൊടുന്തപസ് അനുഷ്ഠിച്ച് അനേകം വരങ്ങൾ സമ്പാദിച്ചു. പിന്നീട് തന്റെ തപശക്തിയാൽ സമുദ്രം മുഴുവൻ കുടിച്ചുവറ്റിച്ചു. ദേവേന്ദ്രൻ അസുരന്മാരെ വധിച്ചു. അഗസ്ത്യരുടെ ഉദരത്തിനുള്ളിൽ ദഹിച്ചുപോയ സമുദ്രം പിന്നീട് നിറയ്ക്കാൻ ഭഗീരഥൻ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു എന്നാണ് പറയുന്നത്. മഹാഭാരതം വനപർവ്വത്തിലാണ് ഈ കഥയുള്ളത്. അഗസ്ത്യ മഹർഷി ലോപമുദ്രയെ വിവാഹം കഴിക്കാൻ ഒരു കാരണമുണ്ട്. അദ്ദേഹം ഒരു നാൾ വനത്തിനുള്ളിൽ സഞ്ചരിക്കുമ്പോൾ ഒരു മലയിടുക്കിൽ തന്റെ പിതൃക്കൾ തലകീഴായി തൂങ്ങി നിൽക്കുന്നത് കണ്ടു. അതിന് കാരണമന്വേഷിച്ച അഗസ്ത്യരോട് അഗസ്ത്യർക്ക് പുത്രഭാഗ്യം ഇല്ലാത്തതിനാലാണ് തങ്ങൾക്ക് ഈ ഗതി വന്നത് എന്നവർ പറഞ്ഞു. തന്റെ പിതൃക്കൾക്ക് സദ്ഗതി അരുളേണ്ടത് തന്റെ കടമയാണെന്ന് മനസ്സിലാക്കിയ അഗസ്ത്യർ എല്ലാ ജീവികളുടെയും മനോഹരമായ അംശങ്ങൾ കൊണ്ട് ഒരു സുന്ദരിയായ പെൺകുഞ്ഞിനെ സൃഷ്ടിച്ച് അവൾക്ക് ലോപമുദ്ര എന്ന നാമം വെച്ചു. കുഞ്ഞുങ്ങളില്ലാതെ ദുഃഖിച്ചിരിക്കുകയായിരുന്ന കാശിയിലെ വിദർഭ രാജാവിന് മകളായി ലോപമുദ്രയെ കൊടുത്ത ശേഷം വിവാഹപ്രായം എത്തുമ്പോൾ അവളെ തനിക്ക് വിവാഹം ചെയ്തു തരണം എന്നുത്തരവിട്ടു. അതിസുന്ദരിയായ ലോപമുദ്രയെ മോഹിക്കാത്തവരില്ല. മാൻപേടയുടെ കണ്ണ് എന്നാണ് ലോപമുദ്രയുടെ കണ്ണുകളെ കവികൾ വർണ്ണിച്ചിരിക്കുന്നത്. ലോപമുദ്രയ്ക്ക് പ്രായപൂർത്തിയായപ്പോൾ അഗസ്ത്യ മഹർഷി എത്തി മകളെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് രാജാവിനോട് അഭ്യർത്ഥിച്ചു. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളിൽ വളർന്ന മകൾ എങ്ങനെ താപസപത്നിയായി ജീവിതം നയിക്കും എന്ന് ഒരു നിമിഷം രാജാവ് ചിന്തിച്ചെങ്കിലും മഹർഷിയുടെ പത്നിയാവാൻ തയ്യാറായി ലോപമുദ്ര സ്വയം മുന്നോട്ട് വന്നു. ഇരുവരും വനത്തിൽ താപസ ജീവിതം തുടങ്ങി. മഹർഷി ഒരു നാൾ തനിക്ക് പുത്രൻ ജനിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ലോപമുദ്രയോട് പറയവേ ലോപമുദ്ര അഗസ്ത്യ മഹർഷിയോട് ഇപ്രകാരം പറഞ്ഞു: എന്നെ ദിവ്യാഭരണങ്ങൾ അണിയിച്ച് അങ്ങും പൂമാലയും സർവ്വഭൂഷണങ്ങളും അണിഞ്ഞു വേണം എനിക്ക് സന്താനപ്രാപ്തി അരുളാൻ. താപസനായ അഗസ്ത്യ മഹർഷി വിഷമത്തിലായി. അർത്ഥത്തിലുള്ള ആഗ്രഹം തപോബലം നഷ്ടപ്പെടുത്തും എന്ന് മഹർഷിക്കറിയാം. പക്ഷേ പിതൃക്കൾ സദ്ഗതി അടയാൻ വേണ്ടി ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റാനായി വൃദ്നശ്വരൻ, ത്രസദസു എന്ന 2 രാജാക്കന്മാരെ സമീപിച്ചു. മഹർഷിയുടെ നിബന്ധനകൾക്കതീതമായ ധനം അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അവർ അഗസ്ത്യരോടൊപ്പം സമ്പന്നനായ അസുര രാജാവ് ഇല്ലുലനെ പോയി കണ്ടു. ഇല്ലുലൻ തന്റെ സഹോദരൻ വാതാപിയോടൊപ്പമാണ് താമസം. ഇല്ലുലൻ ഒരു ബ്രാഹ്മണ വിരോധി. കാരണം അയാൾ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനോട് തനിക്ക് ഇന്ദ്രന് തുല്യനായ പുത്രൻ വേണമെന്ന് വരം ചോദിച്ചപ്പോൾ ബ്രാഹ്മണൻ ആ വരം കൊടുത്തില്ല. അതിനാൽ ആ വഴി പോകുന്ന ബ്രാഹ്മണരെല്ലാം കാണുന്ന ഉടനെ വാതാപി ഒരു ആടായി മാറുകയും ഇല്ലുലൻ ഈ ആടിനെ കൊന്ന് ഇറച്ചി പാകം ചെയ്ത് ബ്രാഹ്മണരുടെ ഇഷ്ടഭക്ഷണത്തിന്റെ രൂപത്തിലാക്കി മാറ്റി അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച് സൽക്കരിക്കും. അതിനുശേഷം വാതാപി വെളിയിൽ വാ എന്ന് ഇല്ലുലൻ വിളിക്കുമ്പോൾ ബ്രാഹ്മണരുടെ വയറ് പിളർന്ന് വാതാപി പുറത്തുവരും. അങ്ങനെ 9000 ബ്രാഹ്മണരെ വധിച്ച അസുരനാണ് ഇല്ലുലൻ. അഗസ്ത്യരെ കണ്ടതും പതിവ് പോലെ അതിഥികൾ അറിയാതെ ഇല്ലുലൻ വാതാപിയെ ആടാക്കി മാറ്റി കൊന്നു പാകം ചെയ്ത് സസ്യാഹാരമാക്കി മാറ്റി അഗസ്ത്യർക്ക് വിളമ്പി. കാര്യം മനസ്സിലായ അഗസ്ത്യർ ആഹാരം കഴിച്ച് ജീർണോദ്ഭവ എന്ന മന്ത്രം ഉച്ചരിച്ചതും വാതാപി അഗസ്ത്യരുടെ ഉദരത്തിൽ ദഹിച്ചുപോയി. പിന്നീട് എത്ര തവണ വാതാപി വാതാപി എന്ന് ഇല്ലുലൻ വിളിച്ചിട്ടും വാതാപി പുറത്തു വന്നില്ല. അഗസ്ത്യ മഹർഷിയുടെ ശക്തി മനസ്സിലാക്കിയ ഇല്ലുലൻ 10000 പശുക്കളും സ്വർണവും വേഗതയുടെ പര്യായമായ വീരാവാൻ സുരാവാൻ എന്ന 2 കുതിരകളെ പൂട്ടിയ ദിവ്യരഥവും അഗസ്ത്യർക്ക് കൊടുത്തു.
അതുകൊണ്ട് അഗസ്ത്യരും കൂട്ടരും പോകുമ്പോൾ അവരെ ചതിയിൽ വധിക്കാൻ പിന്നാലെ വന്ന ഇല്ലുലനെ അഗസ്ത്യ മഹർഷി ഒരു നോട്ടത്താൽ ഭസ്മമാക്കി എന്നാണ് കഥ. പിന്നീട് ലോപമുദ്രയുടെ ആഗ്രഹപ്രകാരം ഒരുങ്ങി വന്ന അഗസ്ത്യരെ ലോപമുദ്ര സ്വീകരിച്ചു. 1000 പുത്രന്മാർ വേണോ, അതോ 10 പുത്രന്മാരുടെ ബലം വീതമുള്ള 100 പുത്രന്മാരോ, അതോ 100 പുത്രന്മാരുടെ ബലം വീതമുള്ള 10 പുത്രന്മാരോ, അതോ 1000 പുത്രന്മാരുടെ ശ്രേഷ്ഠതയും മഹത്വവുമുള്ള ഒരു പുത്രൻ വേണോ എന്ന അഗസ്ത്യ മഹർഷിയുടെ ചോദ്യത്തിന് ലോപമുദ്ര ഒരു പുത്രൻ മതി എന്നുത്തരം കൊടുത്തു. അവർക്ക് പിറന്ന കുഞ്ഞാണ് ദൃഢസ്യു. മാതാവിന്റെ ഗർഭപാത്രത്തിലിരുന്ന് വേദപാഠങ്ങൾ പഠിച്ച് പിറക്കുമ്പോഴേ ശിവവാക്യർ സിദ്ധരെ പോലെ മന്ത്രോച്ചാരണത്തോടെയാണ് കുഞ്ഞു പിറന്നത്. പിതാവിന് യാഗത്തിനായി വിറക് കൊണ്ടുവരുന്നതിനാൽ ബാലന് ഇത്മവാഹൻ എന്നും നാമമുണ്ട്. ഇല്വലനും വാതാപിയും ദുർവാസാവ് മഹർഷിക്ക് ഒരു അസുര സ്ത്രീയിൽ പിറന്ന മക്കളായതിനാൽ അവരെ വധിച്ചതിന് ബ്രഹ്മഹത്യാദോഷവും ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടതിനാൽ തപബലവും നഷ്ടപ്പെട്ട അഗസ്ത്യമുനി വീണ്ടും തപശക്തി വീണ്ടെടുക്കാനായി ഹിമാലയത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും തന്റെ പിതൃക്കൾ സദ്ഗതി അടഞ്ഞല്ലോ എന്നൊരാശ്വാസത്തിലായിരുന്നു അഗസ്ത്യമുനി. കൈലാസത്തിൽ ശിവപാർവതിമാരുടെ വിവാഹം നടക്കുമ്പോൾ അവിടെ എത്തിയ ദേവലോകവാസികളാലും ഋഷീശ്വരന്മാരാലും ഭൂമിയുടെ വടക്കുഭാഗം താഴ്ന്ന് തെക്കുഭാഗം ഉയർന്നു. ഭൂമിയുടെ സന്തുലിതാവസ്ഥ ശരിയാക്കാനായി തെക്കുഭാഗത്തേക്ക് പുറപ്പെടാൻ ശ്രീ പരമേശ്വരൻ അഗസ്ത്യ മഹർഷിയോട് നിർദ്ദേശിച്ചു. ഉമയമ്മയുടെയും ഈശന്റെയും വിവാഹം കാണാൻ തനിക്ക് ഭാഗ്യമില്ലേ എന്ന് സങ്കടപ്പെട്ട അഗസ്ത്യരോട് അഗസ്ത്യർ വിചാരിക്കുന്ന ഇടങ്ങളിൽ വിചാരിക്കുന്ന നേരത്ത് വിവാഹരൂപത്തിൽ ദർശനം തരാമെന്ന് ഭഗവാൻ വാക്കുകൊടുത്തു. അപ്രകാരം ഭൂമിയുടെ തുലനം ശരിയാക്കാൻ തെക്കിലേക്ക് പോകുന്ന അഗസ്ത്യരോട് ഭഗവാൻ 5 കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു. കുടകിൽ വടക്കുദർശനമായി ഒഴുകുന്ന കാവേരിയെ തെക്കുദർശനമായി ഒഴുക്കുക, നട്ടാട്ടീശ്വരർ ശിവസ്ഥലം ഉണ്ടാക്കുക, തെന്മധുരയിൽ സംഘത്തമിഴ് വളർത്തുക, രാവണന്റെ ഗർവിന് ഭംഗം വരുത്തുക, പൊതികമലയിൽ ആശ്രമം നിർമ്മിച്ച് വൈദ്യശാസ്ത്രം വളർത്തുക. ഇതെല്ലാം നട്ടാട്ടീശ്വരർ വീഡിയോയിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പൊതുവെ തനിക്കാണ് ഉയരം കൂടുതൽ എന്നൊരഹങ്കാരം വിന്ധ്യപർവ്വതത്തിനുണ്ടായിരുന്നു. ആ അഹങ്കാരം അവസാനിപ്പിക്കാനായി നാരദർ വിന്ധ്യപർവ്വതത്തിനോട് ഇപ്രകാരം പറഞ്ഞു: ഇന്ദ്രൻ, അഗ്നി മുതലായ ദേവന്മാർ വസിക്കുന്ന മഹാമേരു കനകമയമാണ്. വലുപ്പം കൊണ്ട് ഗന്ധമാദനം, കൈലാസം എന്നീ പർവ്വതങ്ങളെക്കാൾ താഴെയാണ് മേരുവെങ്കിലും സൂര്യചന്ദ്രന്മാർ തന്നെ പ്രദക്ഷിണം വയ്ക്കുന്നു എന്നൊരഹങ്കാരം മേരുവിനുണ്ട്. ഇത് കേട്ട് കോപം വന്ന വിന്ധ്യപർവ്വതം തലയുയർത്തി വളർന്നു നിന്നു. സൂര്യചന്ദ്രന്മാരുടെ ഗമനം തടസ്സപ്പെട്ടു. ദിനരാത്രങ്ങൾ അറിയാതെ ദേവന്മാരും ജനങ്ങളും കഷ്ടത്തിലായി. ദേവന്മാർ വിന്ധ്യപർവ്വതത്തിനോട് സങ്കടം പറഞ്ഞെങ്കിലും വിന്ധ്യൻ അനുസരിച്ചില്ല. ആ സമയം പൊതികമലയിലേക്ക് പോവുകയായിരുന്ന അഗസ്ത്യരെ കണ്ട് വിന്ധ്യപർവ്വതം ബഹുമാനത്തോടെ തലതാഴ്ത്തി നിന്നു. ഞാൻ തെൻദിശയിലേക്ക് പോയി മടങ്ങി വരുന്നത് വരെ നീ ശിരസ് ഉയർത്തരുത് എന്ന് അഗസ്ത്യർ കൽപ്പിച്ചു. പിന്നീട് അഗസ്ത്യർ വടക്കോട്ട് പോയതുമില്ല, വിന്ധ്യന്റെ ശിരസ് ഉയർന്നതുമില്ല എന്നാണ് കഥ. പൊതികമലയിലേക്ക് പോകുന്ന വഴിയിൽ പലയിടത്തും ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ചും ത്രികൂടമലയടിവാരത്തിൽ തിരുക്കുട്രാളത്തിൽ മഹാവിഷ്ണു പ്രതിഷ്ഠയെ മഹേശനാക്കിയും അഗസ്ത്യ മഹർഷി പോയതായി തിരുക്കുട്രാളനാഥർ ക്ഷേത്ര വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അഗസ്ത്യ മഹർഷിയുടെ വിരലടയാളം പതിഞ്ഞ ശിവലിംഗമാണ് കൊടുമുടി മകുടേശ്വര ക്ഷേത്രത്തിലുള്ളത്. അതല്ലാതെ വിനായകർ തട്ടിമറിച്ച കമണ്ടലൂലെ ജലം കാവേരിയായി ഒഴുകുന്നത് ഇവിടെ നിന്നാണ് എന്നും ഐതിഹ്യമുണ്ട്. അഗസ്ത്യർ പൊതികമലയിൽ പോയി ഭൂമിയുടെ തുലനം ശരിയാക്കിയ ശേഷം അപൂർവ മൂലികകൾ വളരുന്ന പഞ്ചഭൂതങ്ങൾ സമനിലയായ ത്രികൂടമലയ്ക്കടുത്തുള്ള തോർണമലയിലെത്തി ശ്രീമുരുകനെ തപസ് ചെയ്ത് തേരയർ എന്ന സിദ്ധരടക്കം അനേകം ശിഷ്യന്മാരോടൊപ്പം മരുത്വ ഗവേഷണം ആരംഭിച്ചു. അഗസ്ത്യർ മരുത്വത്തുറയിൽ താൻ ഗ്രഹിച്ച ജ്ഞാനമത്രയും 1,24,000 ഗ്രന്ഥങ്ങളാക്കി പിരിച്ചു. വൈദ്യത്തിന്റെ എല്ലാ ശാഖകളും പഠിപ്പിക്കുന്ന മരുത്വ ഗവേഷണ സർവകലാശാലയായി അത് മാറി. മനുഷ്യ ശരീരത്തിലെ 4,448 രോഗങ്ങൾക്കുമുള്ള അഗസ്ത്യരുടെ അക്കാലത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായിരുന്നു തോർണമല. ഈ സർവകലാശാലയിൽ ചേർന്ന് പഠിക്കാൻ പല രാജ്യങ്ങളിൽ നിന്നും അഷ്ടസിദ്ധിയുള്ള സിദ്ധന്മാർ ആകാശമാർഗം വന്നിരുന്നെന്നും പിന്നീടവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സിദ്ധവൈദ്യ പാഠശാലകൾ ആരംഭിച്ചതായും തോർണമല വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട്. കാശിവർമ്മൻ എന്ന രാജാവിന്റെ തീരാത്ത തലവേദന മാറ്റാൻ അഗസ്ത്യർ ആയുർവേദ മൂലികകളാൽ മസ്തിഷ്ക ശസ്ത്രക്രിയ നടത്തിയതും കൂൺപാണ്ഡ്യന്റെ കൂന് മാറ്റിയതും തോർണമലയിൽ വെച്ചാണ്. വെള്ളിയങ്കിരി, പൊതികമല, ചതുരഗിരി, കൊല്ലിമല എന്നിങ്ങനെ പലയിടങ്ങളിലും അഗസ്ത്യ മഹർഷി തപസ് ചെയ്യുകയും ശിഷ്യന്മാർക്ക് ഉപദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ചതുരഗിരിയിൽ അദ്ദേഹം താമസിച്ചിരുന്ന മലയാണ് കുംഭമല. സിദ്ധന്മാരുടെ താളിയോലകളെല്ലാം കൊല്ലിമലയിൽ അഗസ്ത്യരുടെ നേതൃത്വത്തിൽ ഭൂമിക്കടിയിൽ ഗോരക്കർകുണ്ടം എന്ന സ്ഥലത്ത് മൂടിവെച്ച് മന്ത്രങ്ങളുടെ താക്കോലുകൊണ്ട് ബന്ധിച്ച് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പൊതുവെ സമാധാനപ്രിയനായ മഹർഷിയാണ് അഗസ്ത്യരെങ്കിലും പലരെയും അദ്ദേഹത്തിന് ശപിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു നാൾ അദ്ദേഹം ദേവേന്ദ്രന്റെ ക്ഷണപ്രകാരം ഇന്ദ്രലോകത്തെത്തിയപ്പോൾ ദേവേന്ദ്രൻ അപ്സരസ് ഉർവശിയോട് നടനം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഉർവശി ദേവേന്ദ്രന്റെ മകൻ ജയന്തനുമായുള്ള പ്രേമത്തിനാൽ സ്വയം മറന്ന് നൃത്തമാടിയത് മനസ്സിലാക്കിയ അഗസ്ത്യർ ജയന്തനെ വിന്ധ്യപർവ്വത നിരകൾക്കിടയിലുള്ള ഒരു മുളയായി മാറാനും ഉർവശിയെ ഒരു മനുഷ്യസ്ത്രീയായി ഭൂമിയിൽ പിറക്കാനും ശപിച്ചു. നഹുഷൻ എന്ന രാജാവിനെ അഗസ്ത്യർ ശപിച്ച് സർപ്പമാക്കിയ കഥ ഇപ്രകാരമാണ്. വൃത്രാസുരനെ വധിച്ചതിനാൽ ബ്രഹ്മഹത്യാദോഷമേറ്റ ദേവേന്ദ്രൻ ആരോടും പറയാതെ
മാനസ സരസിലെത്തി ഒരു താമരപ്പൂവിനുള്ളിലിരുന്ന് ധ്യാനിച്ചു. ഇന്ദ്രനെ കാണാതെ സ്വർഗലോകം അനാഥമായി. ആ സമയത്ത് 100 തവണ അശ്വമേധയാഗം നടത്തിയ നഹുഷ രാജാവ് ഇന്ദ്രസ്ഥാനത്തിന് അർഹനായി. താൽക്കാലികമായി നഹുഷൻ ഇന്ദ്രപദവി ഏറ്റെടുത്ത് ഭരണം തുടങ്ങി. ദേവേന്ദ്രന്റെ ഭാര്യ സച്ചിദേവിയിൽ നഹുഷന് ആഗ്രഹമുണ്ടായി. ഇത് മനസ്സിലാക്കിയ ഇന്ദ്രാണി ദേവഗുരു ബൃഹസ്പതിയെ കണ്ട് സങ്കടം പറഞ്ഞു. ഇന്ദ്രനെ ഉപദേശിക്കാനെത്തിയ ബൃഹസ്പതിയെ നഹുഷൻ ഭീഷണിപ്പെടുത്തി. സച്ചിദേവി ഇന്ദ്രനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. പക്ഷേ ഇന്ദ്രൻ സ്വർഗലോകത്തേക്ക് വരാൻ കൂട്ടാക്കിയില്ല. പകരം ഭാര്യയ്ക്ക് നഹുഷന്റെ ശല്യം ശമിപ്പിക്കാനൊരു വിദ്യ പറഞ്ഞുകൊടുത്തു. അപ്രകാരം സ്വർഗലോകത്തെത്തിയ ഇന്ദ്രാണി നഹുഷനോട് ഇങ്ങനെ പറഞ്ഞു: ശ്രേഷ്ഠന്മാരായ മുനിമാർ വഹിക്കുന്ന പല്ലക്കിൽ കയറി താങ്കൾ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ താങ്കളെ ഭർത്താവായി സ്വീകരിക്കാം. ഉടനെ നഹുഷൻ ഒരു പല്ലക്കിൽ കയറിയിരുന്ന് അഗസ്ത്യരടക്കമുള്ള മുനിമാരെ കൊണ്ട് പല്ലക്ക് ചുമപ്പിച്ചു. ഇന്ദ്രാണിയുടെ അടുത്തെത്താനുള്ള ആവേശത്തിൽ സർപ്പ സർപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ധൃതി കൂട്ടി അഗസ്ത്യരുടെ തലയിൽ ചവിട്ടി. സർപ്പ എന്ന വാക്കിന് വേഗം നടക്കുക എന്നും അർത്ഥമുണ്ട്. കോപിഷ്ഠനായ അഗസ്ത്യർ നഹുഷനെ ഒരു സർപ്പമായി ഭൂമിയിൽ പോകട്ടെ എന്ന് ശപിച്ചു. ശാപമോക്ഷത്തിന് അപേക്ഷിച്ച നഹുഷനോട് യുധിഷ്ഠിരനെ കാണുന്ന സന്ദർഭത്തിൽ പഴയ രൂപവും സ്വർഗപ്രാപ്തിയും കിട്ടുമെന്ന് പറഞ്ഞ് അഗസ്ത്യ മഹർഷി പോയി. ഇന്ദ്രദ്യുമ്നൻ എന്ന വിഷ്ണുഭക്തനായ രാജാവും അഗസ്ത്യരുടെ ശാപത്തിന് ഇരയായിട്ടുണ്ട്. രാജ്യഭാരം സന്തതി പരമ്പരകളെ ഏൽപ്പിച്ച ശേഷം ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവ് വാനപ്രസ്ഥം പോയി കാട്ടിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചിരിക്കുമ്പോൾ അഗസ്ത്യ മഹർഷി ആ വഴി വന്നത് കണ്ടില്ല. ബഹുമാനക്കുറവ് തോന്നിയ മഹർഷി ഇന്ദ്രദ്യുമ്നനെ ഒരു ആനയായി മാറാൻ ശപിച്ചു. ആനയായി മാറിയ രാജാവ് കാട്ടിലുള്ള നദിയിൽ നിന്നും താമരപ്പൂ പറിച്ചുകൊണ്ടുവന്ന് കാട്ടിലെ ക്ഷേത്രത്തിലെ മഹാവിഷ്ണു പ്രതിഷ്ഠയ്ക്ക് അർച്ചന ചെയ്തു. അതേസമയം ഹൂഹു എന്ന ഗന്ധർവൻ ആരും കാണാതെ പുഴയിൽ നീരാടാനെത്തുകയും കുളിക്കാൻ വരുന്നവരുടെ കാലിൽ തമാശയ്ക്ക് വെള്ളത്തിനടിയിൽ നിന്നും പിടിച്ച് ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയിരിക്കെ ദേവലർ എന്ന മഹർഷി പുഴയിൽ നീരാടാനെത്തിയപ്പോൾ ഗന്ധർവൻ മുനിയുടെ കാലിൽ പിടിച്ചു. കുപിതനായ മുനി ഗന്ധർവനെ ഒരു മുതലയായി മാറട്ടെ എന്ന് ശപിച്ചു. ശാപമോക്ഷത്തിന് അപേക്ഷിച്ച ഗന്ധർവനോട് ആന താമരപ്പൂ പറിക്കാൻ കുളത്തിൽ വരുമ്പോൾ നീ ആനയുടെ കാലിൽ പിടികൂടുക, അന്നേരം ശാപമോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞു. മുതല ആനയുടെ വരവും കാത്തിരുന്നു. ഒരു നാൾ ആനയെ സൗകര്യത്തിന് കിട്ടിയപ്പോൾ മുതല ആനയുടെ കാലിൽ പിടികൂടി. ആനയെ നദിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ച മുതലയും മുതലയുടെ വായിൽ നിന്ന് കാൽ വലിച്ചൂരിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ആനയും പരസ്പരം പോരാടി. അവരുടെ ഈ പിടിവലി ആയിരക്കണക്കിന് വർഷം നീണ്ടുനിന്നു. ഒട്ടും രക്ഷയില്ലാതായ ആന ആകാശത്തേക്ക് നോക്കി ആദിമൂലമേ എന്ന് മഹാവിഷ്ണുവിനെ വിളിച്ചു കരഞ്ഞതും ശ്രീമൻ മഹാവിഷ്ണു ഗരുഡന്റെ പുറത്തെത്തി ആനയെ രക്ഷിച്ച് ഇരുവർക്കും മോക്ഷം കൊടുത്തു എന്നാണ്. ഗജേന്ദ്രമോക്ഷം എന്ന ഈ കഥ സംഭവിക്കാൻ ഒരു കാരണക്കാരൻ അഗസ്ത്യ മഹർഷിയാണ്. അഗസ്ത്യ മഹർഷി ക്രൗഞ്ചനെ ശപിച്ച കഥ ഇപ്രകാരം: താരകാസുരനെ വധിക്കുന്നതിനായി ശ്രീമുരുകന് നാരദ മഹർഷി ഉപദേശം ചെയ്യുന്ന കൂട്ടത്തിൽ പറയുന്ന കഥയാണിത്. ക്രൗഞ്ചൻ എന്ന അസുരൻ ഒരു പർവ്വതത്തിന്റെ രൂപമെടുത്ത് ആ വഴിയിൽ വരുന്ന യാത്രക്കാരെ വഴിതെറ്റിച്ചു. അനേകം ഗുഹകളും തുരങ്കങ്ങളുമുള്ള പർവ്വതമായിരുന്നു അത്. അതിനുള്ളിൽ പെട്ടുപോകുന്ന യാത്രക്കാർ വഴിയറിയാതെ അലഞ്ഞു തിരിഞ്ഞ് പേടിച്ച് മരിച്ചുപോകും. അഗസ്ത്യർ ആ വഴി വന്നപ്പോൾ പർവ്വതം കണ്ട് കാര്യം മനസ്സിലാക്കി അസുരനെ എന്നും പർവ്വതമായിരിക്കാൻ ശപിച്ചു. പിന്നീട് ശ്രീമുരുകൻ ക്രൗഞ്ചനെയും താരകനെയും വധിച്ചു. ഇതല്ലാതെ സുഗേതൻ എന്നയാളുടെ ശവം തിന്നുന്ന ശാപത്തെയും അഗസ്ത്യർ മാറ്റിക്കൊടുത്തു എന്നാണ് പറയുന്നത്. അഗസ്ത്യ മഹർഷി ലോപമുദ്രയെ കാവേരി നദിയാക്കി മാറ്റി എന്നൊരു പുരാണ കഥയുണ്ട്. എന്നാൽ ലോപമുദ്രയല്ല കാവേരി എന്നൊരു വാദവും നിലവിലുണ്ട്. ബ്രഹ്മദേവന്റെ മാനസപുത്രിയായ വിഷ്ണുമായയ്ക്ക് ഭൂമിയിൽ പിറന്ന് ജനങ്ങളെ സേവിക്കണമെന്നൊരാഗ്രഹം ഉദിച്ചു. ബ്രഹ്മദേവന്റെ അനുഗ്രഹാശിസുകളോടെ കവേരൻ എന്ന രാജാവിന്റെ പുത്രി കാവേരിയായി അവൾ ഭൂമിയിൽ പിറന്നു. കാവേരി ബ്രഹ്മഗിരിയിൽ കടും തപസ് അനുഷ്ഠിക്കുമ്പോൾ അഗസ്ത്യ മഹർഷി അവളെ കണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. നദിയായി ജനങ്ങളെ സേവിക്കണമെന്നും അവളിൽ നീരാടുന്നവരുടെ പാപങ്ങൾ മാറ്റാൻ കഴിവുണ്ടാകണമെന്നും കാവേരി വരം വാങ്ങിച്ചിരുന്നു. അഗസ്ത്യരുടെ വിവാഹാലോചന അവൾ നിരസിച്ചില്ല. പക്ഷേ ഒരു നിബന്ധന വെച്ചു: വളരെ കാലം അവളെ വിട്ടുപിരിയരുതെന്നും അങ്ങനെ വന്നാൽ നദിയായി അവൾ ഒഴുകിപ്പോകുമെന്നും അത് തടയാനാവില്ല എന്നും പറഞ്ഞു. കർണാടകയിലുള്ള കുടകിലെ ഗ്രാമീണരുടെ വിശ്വാസപ്രകാരം ഒരു നാൾ തപസ്സിന് പുറപ്പെട്ട് വളരെ കാലം തിരിച്ചെത്താതിരുന്ന അഗസ്ത്യർ പിന്നീട് വന്നപ്പോൾ വാക്കു തെറ്റിച്ചു എന്ന തെറ്റിന് കാവേരി നദി ഭൂമിക്കടിയിലൂടെ ഒഴുകിപ്പോയി എന്നാണ്. കർണാടകയിലുള്ള തലവിധി മാറ്റുന്ന തലക്കാവേരിയിൽ തുലാം സംക്രമണത്തിന് നീരാടാൻ അനേകം ഭക്തരെത്തുന്നു. വേറൊരു കഥ പ്രകാരം താരകാസുരന്റെ ഉപദ്രവം സ്വർഗലോകത്തിൽ വർദ്ധിച്ചപ്പോൾ അസുരൻ ഭൂമിയിലേക്കെത്താതെ തടുക്കാൻ കാവേരി ബ്രഹ്മദേവനെ പ്രാർത്ഥിച്ചു. അതേസമയം വിന്ധ്യപർവ്വത നിരകൾക്കിടയിലുള്ള താമരത്തടാകത്തിൽ ദേവേന്ദ്രൻ തപസ് ചെയ്യുകയായിരുന്നു. തീർത്ഥജലത്തിന്റെ ആവശ്യം വന്ന ഇന്ദ്രൻ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം വിനായകരോട് കാര്യം പറഞ്ഞു. കാവേരിയെ വളരെ കാലം ഒറ്റയ്ക്ക് വിടാതിരുന്ന അഗസ്ത്യമുനി എപ്പോഴും അവളെ ഒരു കമണ്ഡലുവിലാക്കി കൂടെ കൊണ്ടു നടന്നിരുന്നു. അഗസ്ത്യർ കമണ്ഡലു ഒരു പുഴയ്ക്കരികിൽ വെച്ച് സന്ധ്യാവന്ദനത്തിനിറങ്ങിയപ്പോൾ വിനായകർ കാക്കയുടെ രൂപമെടുത്ത് പറന്നുവന്ന് കമണ്ഡലു തട്ടിമറിച്ചപ്പോൾ ഒഴുകിയ വെള്ളമാണ് കാവേരി നദി എന്നാണ് കഥ. വേറൊരു കഥ പ്രകാരം കാവേരി നദി വന്നത് കൈലാസത്തിൽ നിന്നാണ്.
ഒരു കാലത്ത് തെന്നിന്ത്യയിൽ വരൾച്ച ഏർപ്പെട്ടപ്പോൾ ജനങ്ങളോടൊപ്പം അഗസ്ത്യരും ബ്രഹ്മദേവനെ പ്രാർത്ഥിച്ചു. ബ്രഹ്മദേവൻ അഗസ്ത്യരോട് കൈലാസത്തിൽ പോയി തീർത്ഥമെടുത്തു കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. അപ്രകാരം കൈലാസത്തിൽ നിന്ന് അഗസ്ത്യർ തീർത്ഥവുമെടുത്ത് തെക്കിലേക്ക് കുടകുമല പകുതി വഴിയിൽ വരുമ്പോൾ കയ്യിലിരുന്ന കമണ്ടലു അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയെ ഏൽപ്പിച്ച് താൻ സ്നാനം ചെയ്ത് വരുന്നത് വരെ കമണ്ടലു താഴെ വയ്ക്കരുതെന്ന് നിർദ്ദേശിച്ചു. താൻ 3 പ്രാവശ്യം വിളിക്കുമ്പോൾ വരാത്ത പക്ഷം കമണ്ടലു താഴെ വയ്ക്കും എന്ന് കുട്ടി പറഞ്ഞു. അഗസ്ത്യർ കുളി കഴിഞ്ഞെത്തുന്നതിന് മുമ്പ് 3 പ്രാവശ്യം വിളിച്ച് കുട്ടി കമണ്ടലു താഴെ വെച്ചു. ധൃതിയിൽ ഓടിവന്ന അഗസ്ത്യർ കമണ്ടലു താഴെ വെച്ചത് കണ്ട് കുട്ടിയുടെ തലയിൽ ഒരു കൊട്ടുകൊടുത്തു. ഉടനെ കുട്ടി അപ്രത്യക്ഷമായി. പകരം ഒരു കാക്ക പറന്നു വന്ന് കമണ്ടലുവിലെ ജലം തട്ടിമറിച്ചു. കാവേരി നദി ഉദ്ഭവിച്ചു. ഭഗവാന്റെ തിരുവിളയാടൽ മനസ്സിലാക്കിയ അഗസ്ത്യർക്ക് മുന്നിൽ വിനായകർ പ്രത്യക്ഷപ്പെട്ട് കാവേരി നദിയിൽ നിന്നും കമണ്ടലുവിൽ ജലം നിറച്ച് അഗസ്ത്യർക്ക് കൊടുത്ത് അഗസ്ത്യരെ യാത്രയാക്കി എന്നാണ് പറയുന്നത്. സ്കന്ദപുരാണത്തിലും കാവേരി പുരാണത്തിലും പറയുന്ന കഥ ഇപ്രകാരമാണ്. പാലാഴി മദനത്തിനു ശേഷം അമൃത് വിളമ്പാനായി മഹാവിഷ്ണു മോഹിനി അവതാരമെടുത്തപ്പോൾ ദേവി മഹാലക്ഷ്മി ലോപമുദ്ര എന്ന അപ്സരസിനെ മോഹിനിക്ക് സഹായത്തിനായി അയച്ചു. ബ്രഹ്മദേവൻ അവളെ മകളായി സ്വീകരിച്ചു. ആ സമയം കവേരൻ എന്ന രാജാവ് ബ്രഹ്മഗിരിയിൽ സന്താനഭാഗ്യത്തിനായി തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. ബ്രഹ്മദേവൻ ലോപമുദ്രയെ രാജാവിന് കാവേരി എന്ന നാമത്തിൽ മകളായി നൽകിയെന്നും മകളിലൂടെ അവർ മോക്ഷം പ്രാപിക്കുമെന്നും അഗസ്ത്യ മഹർഷി അവളെ വിവാഹം കഴിക്കുമെന്നും വരം നൽകി എന്നാണ് ഐതിഹ്യം. ഗോദാവരി നദിക്കരയിൽ അഗസ്ത്യപുരി, രുദ്രപ്രയാഗ്, സത്പുര, ഹിമാലയം, കൈലാസം, ചതുരഗിരി, വെള്ളിയങ്കിരി, പൊതികമല, കൊല്ലിമല എന്നിങ്ങനെ ഭാരതത്തിലുടനീളവും പുറത്തുമായി 700-ൽ പരം ആശ്രമങ്ങൾ അഗസ്ത്യ മഹർഷി സ്ഥാപിച്ചിരുന്നതായാണ് ചരിത്രം. അദ്ദേഹത്തിന്റെ ആശ്രമങ്ങളിൽ സകല ജീവജാലങ്ങളും ഒരുമയോടെ കഴിഞ്ഞിരുന്നതായും ആന തുമ്പിക്കൈയാൽ സിംഹത്തെ തലോടുമെന്നും സിംഹം അഷ്ടപഥപ്പറവയുടെ മടിയിൽ തലവെച്ചുറങ്ങുമെന്നും സ്കന്ദപുരാണത്തിൽ കുറിപ്പുണ്ട്. അപ്പോൾ പലയിടത്തേക്കും ആകാശസഞ്ചാരം ചെയ്ത അഗസ്ത്യർ ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം തെക്ക് പൊതികമലയിൽ നിരന്തരമായി താമസിച്ചു. തെക്ക് ദിശയ്ക്ക് അഗസ്തേയം, അഗസ്ത്യദിശ എന്നെല്ലാം വേദ ഉപനിഷത്തുകളിൽ കുറിപ്പുണ്ട്. സിദ്ധന്മാരല്ലാതെ എണ്ണമറ്റ ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എങ്കിലും 12 ശിഷ്യന്മാരുടെ പേരുകളാണ് പ്രധാനമായും ചരിത്ര പുസ്തകങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത്. അവരാണ് തൊൽക്കാപ്പിയർ, സെമ്പൂട്ചൈ, അതങ്കോട്ടാശാൻ, വയ്യാപ്പിയർ, വായ്പിയൻ, തുരാലിംഗൻ, പനമ്പാരൻ, കഴാരമ്പൻ, അവിനയൻ, കാകേപ്പാടിനിയാർ, നത്തത്തനൂർ, വാമനർ. അഗസ്ത്യ മഹർഷിയുടെ രചനകളിൽ ചിലതാണ് അഗസ്ത്യർ വെൺപ, അഗസ്ത്യർ ഗർഭസൂത്രം, അഗസ്ത്യർ ആയുർവേദ ഭാഷ്യം, അഗസ്ത്യർ വൈദ്യം 4600, അഗസ്ത്യർ വൈദ്യരത്നാകരം, അഗസ്ത്യർ വൈദ്യ കണ്ണാടി, അഗസ്ത്യർ വൈദ്യ ചിന്താമണി, അഗസ്ത്യർ കാമവ്യാപകം, അഗസ്ത്യർ വിധിനൂൽ, അഗസ്ത്യർ മൂലകാണ്ഡം, അഗസ്ത്യർ സെന്തൂരം 300, അഗസ്ത്യർ പൂജാവിധി, അഗസ്ത്യർ സൂത്രം, അഗസ്ത്യർ നാഡീശാസ്ത്രം, ശിവജാലം, ശക്തിജാലം, ഷൺമുഖജാലം. ഭൂമിയിൽ പിറവിയെടുക്കാനിരിക്കുന്ന അത്ര പേരുടെയും ജാതകം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അഗസ്ത്യ മഹർഷി അഗസ്ത്യനാഡിയിൽ പ്രവചിച്ചിട്ടുണ്ട് എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അഗസ്ത്യർ പല രാജാക്കന്മാർക്ക് രാജഗുരുവായും ഉപദേഷ്ടാവായും ജീവിച്ചിട്ടുണ്ട്. അഗസ്ത്യർക്കായി പല ക്ഷേത്രങ്ങളും പല ആലയങ്ങളിൽ അഗസ്ത്യരുടെ പ്രതിഷ്ഠകളും ഉണ്ട്. അഗസ്ത്യരെ പൂജിക്കേണ്ട വിധിമുറകൾ സ്കന്ദപുരാണത്തിലും അഗ്നിപുരാണത്തിലും ഉള്ളതായി പറയപ്പെടുന്നു. ഇന്ദ്രോത്സവം കാവേരി പൂമ്പട്ടണത്തിൽ ആദ്യമായി തുടങ്ങിയത് അഗസ്ത്യരാണ്. പൊതികമലയിൽ നിന്ന് വന്ന അഗസ്ത്യർ പാണ്ഡ്യരാജാക്കന്മാരുടെ സഹായത്തോടെ തമിഴിനെ പരിപോഷിപ്പിക്കാൻ മധുരയിൽ മുതൽ സംഘം, ഇടേ സംഘം എന്ന സഭ ഉണ്ടാക്കിയതായും ആദ്യത്തെ സംഘത്തിൽ അഗസ്ത്യരും ശിവഭഗവാനും ശ്രീമുരുകനും കുബേരനും അംഗമായിരുന്നെന്നും ഇത് 4440 ആണ്ടുകൾ നിലനിന്നിരുന്നു എന്നും പറയുന്നു. രണ്ടാമത്തെ സംഘമായ ഇടേ സംഘത്തിൽ അഗസ്ത്യരും തൊൽക്കാപ്പിയരും 3700 ആണ്ടുകൾ ഉണ്ടായിരുന്നതായും അഗസ്ത്യരെ പറ്റിയുള്ള ചരിത്ര ഗവേഷണ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അഗസ്ത്യർ പലരെയും ശപിച്ചിട്ടുള്ളതുപോലെ അഗസ്ത്യർക്കും ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. അഗസ്ത്യർ തന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ തൊൽക്കാപ്പിയരോട് പത്നി ലോപമുദ്രയെ താൻ താമസിക്കുന്നയിടത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നിർദ്ദേശിച്ചു. എങ്ങനെയാണ് കൂട്ടിക്കൊണ്ടുവരേണ്ടത് എന്ന് തൊൽക്കാപ്പിയർ ചോദിച്ചപ്പോൾ 4 കോൽ ദൂരത്തിൽ മുന്നിലും പിന്നിലുമായി നടന്നു വരണം എന്ന് പറഞ്ഞു. അപ്രകാരം ഇരുവരും നടന്നു വന്നുകൊണ്ടിരിക്കെ മധുരയിൽ വൈകിയാറ് മുറിച്ചു കടക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം കൂടി ലോപമുദ്ര വെള്ളത്തിൽ വീണു. തൊൽക്കാപ്പിയർ ഒരു മുളങ്കമ്പ് നീട്ടിക്കൊടുത്തതും അതിൽ പിടിച്ച് ലോപമുദ്ര കരയ്ക്ക് കയറി. അഗസ്ത്യരുടെ അടുത്തെത്തി ഇരുവരും ഈ വിവരം പറഞ്ഞപ്പോൾ കുപിതനായ അഗസ്ത്യർ നിനക്ക് സ്വർഗവാതിൽ അടയട്ടെ എന്ന് ശിഷ്യനെ ശപിച്ചു. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും അഗസ്ത്യർ ശപിച്ചപ്പോൾ ശിഷ്യൻ തൊൽക്കാപ്പിയരും അതേ ശാപം അഗസ്ത്യരുടെ നേർക്ക് പ്രയോഗിച്ചു എന്നാണ് കഥ. ഈ കഥയിൽ എത്രത്തോളം സത്യമുണ്ട് എന്നറിയില്ല. പക്ഷേ തമിഴിലെ പ്രശസ്ത ഗ്രന്ഥമായ തൊൽക്കാപ്പിയരുടെ തൊൽക്കാപ്യത്തിൽ ഒരിടത്ത് പോലും അഗസ്ത്യരെ പറ്റി വിവരണങ്ങളില്ല. അതേപോലെ ആദ്യ തമിഴ് സംഘത്തിലും തൊൽക്കാപ്പിയരില്ല. അത്ര വിശ്വാസമില്ലെങ്കിൽ അഗസ്ത്യർ ലോപമുദ്രയെ കൂട്ടിക്കൊണ്ടുവരുവാൻ എന്തിന് ശിഷ്യനെ അയച്ചു എന്നതും ചോദ്യചിഹ്നമാണ്.
അഗസ്ത്യ മഹർഷി ഭൂമിയിൽ ജീവിച്ചതായി പറയപ്പെടുന്ന കാലം 4 യുഗങ്ങൾ 48 നാൾ. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെന്നാണ് വിശ്വാസം. കുംഭകോണം കുംഭേശ്വരർ കോവിലും അദ്ദേഹത്തിന്റെ സമാധി സ്ഥലമായി പറയപ്പെടുന്നു. അഗസ്ത്യർ പൊതികമലയിൽ ഉള്ള ദക്ഷിണമേരു എന്ന ഭഗവാൻ ദക്ഷിണാമൂർത്തിയുടെ വാസസ്ഥലം സമാധിക്കായി സ്വയം തിരഞ്ഞെടുത്തതായി ചില സിദ്ധന്മാരുടെ ചരിത്ര പുസ്തകങ്ങളിൽ പരാമർശമുണ്ട്. സിദ്ധന്മാർ എന്നവർ പല യുഗങ്ങളും കടന്നു വാഴുന്നവർ എന്നതിനാൽ സമാധിയും പുനർജന്മവും അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ വിഷയങ്ങളല്ല. അഗസ്ത്യർ കലിയുഗത്തിൽ കന്യാകുമാരിയിൽ ഒരു പാറയിൽ തപസ്സു ചെയ്യുകയാണ് എന്നും പറയപ്പെടുന്നു. മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കായി ഇന്നും അഗസ്ത്യ മഹർഷി പൊതികമലയിൽ അഗസ്ത്യർകൂടത്തിൽ ജീവിക്കുന്നുണ്ട് എന്നും ആദിവാസി സമൂഹം ഇപ്പോഴും അദ്ദേഹത്തോട് ആശയവിനിമയത്തിൽ ഏർപ്പെടാറുണ്ട് എന്നതും പരസ്യമായ രഹസ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.